അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ലോ ബഡ്ജറ്റിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് പാലക്കാട് ജില്ലയിൽ നമ്മളെ തരൂര് പഴമ്പാലക്കോട് ഭാഗത്തായിട്ടാണ്. പഴമ്പാലക്കോട് സ്കൂളിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 200-250 മീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. 3 സെന്റ് സ്ഥലവും എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഈ വീടാണെന്ന് വിൽപ്പനക്കുള്ളത്. 5 ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് അറിയാം. അപ്പോൾ ഇതാണ് നമ്മളെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് നിറയെ വീടുകളുടെ പരിസരമാണ്. അപ്പോൾ ഇതുവരെക്കാണ് നമുക്ക് എല്ലാ വീതിയുള്ള വണ്ടിയും വരുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു ഓട്ടോറിക്ഷ പോകാനുള്ള വീതിയാണുള്ളത്. അപ്പോൾ നേരെ ഈ വീടിൻ്റെ തറപ്പണി നടക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ആ ഓട് വീടാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഒരു ഓട്ടോറിക്ഷ വരാനുള്ള വീതിക്കുള്ള റോഡാണുള്ളത്. പിന്നെ ഓപ്പൺ കിണറിൽ വെള്ളമുള്ള ഏരിയ ആണ്. ഈ വീട്ടിൽ നമുക്ക് നിലവിൽ വെള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ്. അപ്പോൾ ഈ ഭാഗത്തുകൂടെയൊക്കെ നമുക്ക് നിറയെ വീടുകളാണ്. ബസ് റൂട്ടിൽ നിന്ന് ഓരോ 200-250 മീറ്റർ കൂടി പോയാലുണ്ടാവുള്ളൂ. നേരെ വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തും നമുക്ക് ഫുള്ള് വീടുകളാണ്. ഇതാണ് നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഓപ്പൺ കിണർ. ഏകദേശം വെള്ള സൗകര്യമുള്ള കിണറാണ്, എങ്കിലും നമുക്കിതിൽ പൈപ്പ് കണക്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ചു തരുന്ന വീട്. 3 സെൻറ്റ് സ്ഥലവും അതിൽ 2 ബെഡ്റൂമുള്ള ഓടിട്ട വീടാണ്. അപ്പോൾ അതിരുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയറാണ്. വീടും എല്ലാ വർക്കും കഴിഞ്ഞാണ്. ഇനി വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഇതിൽ യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഭാഗത്തൂടെയൊക്കെ നമുക്ക് നിറയെ വീടുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതുവരെയൊക്കെയാണ് നമ്മൾ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് മതിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗത്ത് കിടക്കാം. 3 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് കാണിച്ചു തരാനൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ടിലേക്കായാലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്, അതേപോലെ സൈഡിലേക്ക് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് അതിര് വരുന്നത് ജസ്റ്റ് 1 മീറ്റർ ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. 1 മീറ്ററിൽ അധികം ഉണ്ടാവും. ഈ കാണുന്ന മരം നിൽക്കലാണ് ഈ ബാക്ക് സൈഡിൽ അതിര്. ഈ ഭാഗത്തും നിറയെ വീടുകളാണ്. എന്ന് കരുതി ഇത് കോളനിയോ കാര്യമോ ഒന്നുമല്ല. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ്. ഈ ഫ്രണ്ടേജ് ഭാഗത്തൊക്കെ നമുക്ക് തിണ്ടത്തൊക്കെ ടൈലിട്ടിട്ടുണ്ട്. അതേപോലെ ഉൾഭാഗത്ത് ഹാളിൽ ടൈലിട്ടിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമ്മൾ തൊട്ടടുത്തുള്ള വീടാണ്. അപ്പോൾ നിറയെ ജനവാസമുള്ള ഒരു ഏരിയയാണ്. ഇതിൽ ബാത്റൂം, ഒരു കുളി റൂം സെപ്പറേറ്റ് ഒക്കെ നമുക്കിവിടെ പുറത്ത് അടുക്കള ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 സൈഡിൽ നമുക്ക് മതിലുണ്ട്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം. നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഹാളാണ്. ഹാളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാള്. ടൈല് കാര്യങ്ങളൊക്കെ ഹാളിൽ ഇട്ടിട്ടുണ്ട്. ഈ ഹാളിൽ നിന്നാണ് പിന്നെ നമുക്ക് 2 ബെഡ്റൂമുള്ളത്. മരങ്ങളോ കാര്യങ്ങളൊന്നും യാതൊരു കംപ്ലൈൻറ്റോ ഒന്നുമില്ല. വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഇതിലൊന്നും തന്നെ ഇനി ചെയ്യേണ്ടതില്ല. ഇതാണ് ഒരു റൂം. റൂമിൻ്റെ ഭാഗം നമുക്ക് ഷീറ്റാണ്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് 2ാമത്തെ ബെഡ്റൂം. 2ാമത്തെ ബെഡ്റൂമും അതേ വലുപ്പത്തിലുള്ളൊരു ബെഡ്റൂമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യമുള്ള കിച്ചണാണ്. ഇതിൽ സാധാ നാടൻ അടുപ്പാണ്. ഇനി നമുക്കൊരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ നമുക്കിവിടെ സ്ലാബ് ചെയ്യാനുള്ള സ്പേസൊക്കെ നമുക്ക് ഈ ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ പുറത്തായിട്ടാണ് ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.